രഞ്ജി ട്രോഫി ഫൈനൽ വേദിയിൽ നിന്നാണ് നമുക്കിപ്പം കേരള താരം സൽമാൻ നസാർ നമുക്കിപ്പം ചേരുകയാണ്. സൽമാനെ കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല. ഫൈനൽ കളിച്ചു, ചരിത്രത്തിൽ ആദ്യമായി കേരളം, അത് തന്നെ വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? നല്ല നല്ല മാച്ചസ് തന്നെയായിരുന്നു. നമ്മൾ ത്രൂ ഔട്ട് ദ സീസൺ നല്ല മാച്ചസാണ് നമ്മൾ കളിച്ചത്. നല്ല രീതിയിൽ തന്നെ നല്ല എന്താ പറയുക, എല്ലാം നല്ല യൂണിറ്റ് ആയിട്ട് കളിച്ച്, അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള തോന്നിയത്. രണ്ട് തവണ നമുക്ക് ഭാഗ്യം നിർണായക മത്സരത്തിൽ കൂടെ ഉണ്ടായിരുന്നു. ഇത്തവണ ഭാഗ്യം കൈവിട്ടു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ഭാഗ്യം തോന്നില്ല. നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മളെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തായിരുന്നു. അത്രയും ഹാർഡ് വർക്ക് നമ്മൾ ഓഫ് സീസൺ എന്താ പ്രിപ്പറേറ്ററി ക്യാമ്പിൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്തായിരുന്നു നമ്മൾ. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് എല്ലാവരും പറയുന്ന പോലെ ആ ഭാഗ്യം വന്നത്. തീർച്ചയായിട്ടും. എന്നാലും പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഹെൽമെറ്റിൻ്റെ കാര്യം തന്നെയായിരിക്കും. അതൊന്നുകൂടി ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഹെൽമെറ്റിൽ ആ പന്ത് പതിച്ച ആ നിമിഷം ഒന്ന് റീകളക്ട് ചെയ്യുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ അത് കൊണ്ടത് എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ അപ്പോൾ ബോൾ പൊങ്ങി ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ബോൾ കൊണ്ട് ഞാൻ അങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ കണ്ടില്ല ബോൾ പൊങ്ങിയത് ഇടുക. പക്ഷേ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്താണ് മനസ്സിലായി അത് ക്യാച്ച് എടുത്തെന്ന്. അപ്പം എന്താ പറയാൻ, എന്തൊരു ഭാഗ്യമുണ്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന സന്തോഷം. ടീമിനെ എന്താ പറയുക, ടീമിന് ഏതെങ്കിലും രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് ജയിപ്പിക്കാൻ പറ്റുമെന്ന് എപ്പോൾ ഞാൻ നോക്കല്. അപ്പം അത് അങ്ങനെ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ആ മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഇച്ചിരി ബ്ലാങ്ക് ഔട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല, ബ്ലാങ്ക് ഔട്ട് ആയിട്ടില്ല. ജസ്റ്റ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആയിട്ടൊന്നുമില്ല. അപ്പം ജസ്റ്റ് ഹെൽമെറ്റ് കൊണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാൻ പോയിന്നുള്ളൂ. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഹെൽമെറ്റ് കേസ് ഏറ്റെടുത്തോ, കൊടുത്തോ? തീർച്ചയായും കേസ് ചോദിച്ചാൽ എന്തായാലും തീർച്ചയായും കൊടുക്കും. അത് വെച്ചിട്ട് തന്നെയാണോ ഈ ഫൈനലിൽ കളിച്ചത്? അതെ, അത് വെച്ചിട്ട് തന്നെ കളിച്ചത്. അടുത്ത് പറഞ്ഞ മാച്ചസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അസറുദ്ദീനായിട്ടുള്ള ആ കൂട്ടുകെട്ട്, നിർണായകമായിട്ടുള്ള കുറേ കൂട്ടുകൾ, എന്തായിരുന്നു ആ കെമിസ്ട്രി, എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള? അതെനിക്കൊന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അക്കാഡമിയിൽ നമ്മൾ എനിക്കൊന്ന് 9 വർഷം കൂടെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു ഇക്കാക്കനെ പോലെയാണ് അജു. കാരണം എന്താ പറയുക, കുറേ കൊല്ലങ്ങളായിട്ട് ഒരുമിച്ച് 9 വർഷം ഒരുമിച്ച് കളിച്ച്, അതുപോലെ തന്നെ കാറ്റഗറി ക്രിക്കറ്റ് എല്ലാം ഒരുമിച്ചാണ് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത്. കാരണം എന്താ പറയുക, എനിക്കൊരു റിലേറ്റീവിനെ പോലെയാണ് ഇതിൽ കളിക്കുന്ന കൂടുതൽ മിക്കവരും. എന്താ പറയുക, റിലേറ്റീവിനെ പോലെയാണ്. പക്ഷേ അജുനായിട്ട് കുറച്ചും കൂടെ നല്ല എക്സ്ട്രാ ബോണ്ടിങ് ഉണ്ട്. കാരണം ഒരുമിച്ച് കുറേ കൊല്ലം കളിച്ചു. അപ്പം ആ ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമ്മളെ മാച്ചസിൽ ഭയങ്കര രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ ഒരു മത്സരം പോലും നമ്മൾ തോറ്റിട്ടില്ല, അത് തന്നെ വലിയൊരു കാര്യമാണ്. ടീം എങ്ങനെയാണ് സെറ്റായത്? ശരിക്കും ഇത് ഒരു ഒറ്റ വർഷത്തെ കഠിനാധ്വാനമാണോ, അതോ നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് നേരിയ വ്യത്യാസത്തിനാണ് അടുത്ത റൗണ്ടൊക്കെ അന്യമായി പോയത്? ഇത്തവണ എന്തായിരുന്നു ടീമിൻ്റെ ഒരു ലക്ഷ്യവും എന്തായിരുന്നു? ജലജ് സക്സേന എന്ന് പറയുന്ന അബി ഖുറേസി എന്ന് പറയുന്ന ആ ഒരു കോച്ചിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം, എന്താണ് അദ്ദേഹം പറഞ്ഞത്? അല്ല, സാർ എപ്പോഴും നല്ല എന്താ പറയുക, ഇപ്പം നമ്മളെന്ത് മോശം ചെയ്താലും നല്ല ചെയ്താലും സാർ എപ്പോഴും നല്ല കാര്യങ്ങളായിട്ട് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ട് പറയാൻ. സാർ ഒരിക്കലും ഒരു നെഗറ്റീവ് ടോക്ക് ഒരിക്കലും ഡ്രസ്സർ റൂമിലൊരു എന്താ പറയുക, നമ്മളൊരു ടീം മീറ്റിങ്ങിലോ അങ്ങനത്തെ ഒരു കാര്യം പറയില്ല. നമ്മളെപ്പോൾ എന്ത് രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ മാച്ചസിനും എല്ലാ ഡേയിലും എന്ത് രീതി നമ്മളിപ്പം ചില ദിവസങ്ങൾ ചില കാര്യങ്ങൾ മോശമായിട്ട് പോയാലും സാർ അതെന്ത് നല്ല ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയല്. അല്ലാണ്ട് ആ മോശം കാര്യം ഒരിക്കലും എടുത്ത് പറയില്ല. കുറ്റപ്പെടുത്തില്ല, കുറ്റം പറയാതെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. അല്ല, തീർച്ചയായും അത് തന്നെയാണ് എപ്പോഴും ഉണ്ടായാൽ. പിന്നെ നമ്മളെ ക്യാമ്പിലായാലും നമ്മളെ അസോസിയേഷൻ തന്ന്, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തന്ന് നല്ലൊരു ഫെസിലിറ്റി നമുക്ക് തന്നായിരുന്നു. നമ്മളെ എന്താ പറയുക, നമ്മൾ തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് നല്ല രീതിയിൽ പ്രിപ്പറേറ്ററി ക്യാമ്പ് ഉണ്ടായിരുന്നു. കാരണം അത്രയും വിക്കറ്റ്സും എല്ലാം അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് അത്രയും നല്ല രീതിയിൽ തന്നെ എല്ലാവരും തന്നായിരുന്നു. അപ്പം അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും. അത്രയും നല്ല ഫെസിലിറ്റീസും കാര്യം തന്നുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റി. എന്താ പറയുക, നമുക്ക് കുറേ എന്താണോ ആവശ്യം അത് അവിടെ തന്നെ നമുക്ക് തന്നായിരുന്നു. ഇപ്പോൾ വലിയൊരു സീസൺ കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ എന്താണ് അടുത്ത ഓഫ് സീസൺ വരുന്നുണ്ട്. അപ്പം എന്താണ് നമ്മൾ ഈ ടൂർണമെൻറ്റ് ഈ സീസണിൽ എന്താണ് നമുക്ക് ലേൺ ചെയ്തത്, അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, അത് രണ്ടും നമ്മൾ എപ്പോഴും എടുക്കണം. നമ്മൾ നല്ല രീതിയിൽ തന്നെ പോസിറ്റീവ് കാര്യങ്ങൾ ആദ്യം എടുക്കണം. അതുപോലെ നമുക്ക് എന്താണ് പഠിച്ചത്, എന്താണ് നമ്മളെ മിസ്റ്റേക്സ് എന്താണ്, അത് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. കേരളം ചരിത്രം കുറിച്ച മാച്ചിൽ ഉണ്ടായിരുന്നല്ലോ, അത് തന്നെ വലിയ കാര്യം അല്ലേ? അപ്പം സൽമാൻ നിസാറാണ് നമുക്കിപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം റിസൾട്ട് ഹാപ്പി തന്നെയാണ്, ടീം ഒന്നാംഗം ഹാപ്പിയാണ്. അടുത്ത വർഷങ്ങളിൽ കേരളം ഇത് തിരികെ പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് ടീം ഒന്നടങ്കം പറയുന്നത്. സൽമാൻ നിസാറിനും ക്യാമറമാൻ വിനായകനും ഒപ്പം അനൂപ് ഷൺമുഖൻ, റിപ്പോർട്ടർ നാഗ്പൂർ.